നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തൃശൂർ ജില്ല പൂർണ്ണ സജ്ജം. ഒരു മാസത്തോളം നീണ്ട പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തീപാറുന്ന വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും പ്രചാരണ പോരാട്ടത്തിനും ശേഷം ജനഹിതം എന്തെന്ന് മെയ് 4-ന് വോട്ടെണ്ണുന്നതോടെ വ്യക്തമാകും. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ 1321 കേന്ദ്രങ്ങളിലായി 2839 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 13,628 പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു. തൃശൂർ ജില്ലയിൽ ആകെ 25,32,715 വോട്ടർമാരാണ് ഉള്ളത്. 12,28,118 പുരുഷന്മാരും 13,04,580 സ്ത്രീകളും 17 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ആകെ 77 സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്ത് ഉള്ളത്. 26 ബൂത്തുകൾ പൂർണ്ണമായും വനിതകൾ മാത്രം നിയന്ത്രിക്കും. ഇന്ന് രാവിലെ 8 മുതൽ നിശ്ചിത കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. മോക്ക് പോളിംഗ് ആരംഭിക്കുന്നത് മുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാകുന്നതുവരെയുള്ള നടപടികൾ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുനിരീക്ഷകർ, ചെലവ് നിരീക്ഷകർ, പോലീസ് നിരീക്ഷകൻ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡാണ് പ്രധാന രേഖ. ഇത് ഹാജരാക്കാൻ കഴിയാത്തവർക്ക് ആധാർ കാർഡ്, തൊഴിലുറപ്പ് കാർഡ്, ഫോട്ടോയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ തുടങ്ങി കമ്മീഷൻ അംഗീകരിച്ച മറ്റു രേഖകളും ഉപയോഗിക്കാം. വോട്ടർമാർക്കും ഏജന്റുമാർക്കും പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുവാദമില്ല. മീഡിയ ടൈം, തൃശൂർ.